അമേരിക്ക യുദ്ധം നിർത്തിപ്പോയി മക്കളെ. അമേരിക്ക യുദ്ധം നിർത്തിപ്പോയി. നാളെ ചർച്ചക്ക് തയ്യാർ. ഒരു പറയുന്ന കാരണം ഓർമോസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ നടത്താൻ ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഓർമോസ് കടല് അത് ഞങ്ങളെ കയ്യിലാണ്. അത് ഞങ്ങൾ പറയുമ്പോൾ അതിനെ പോകണം. അതിന് നടക്കുമോ? നിങ്ങൾ അതിന് സമ്മതിക്കാൻ തയ്യാറുണ്ടോ? ഏത് ഓർമോസ് സൈഡിൽ കൂടെയും മറ്റോടെ ഒന്നും പോകാൻ കഴിയൂല. അതൊക്കെ ഞങ്ങൾ കപ്പൽ ഞങ്ങൾക്ക് അടിച്ച് തമർത്തിക്കുകയാണ്. മനസ്സിലായി പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തമർത്തിക്കുകയാണ്. അതല്ല ഞങ്ങൾ പറയുമ്പോൾ കേൾക്കാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ 14 നിബന്ധനകൾ ഞങ്ങൾ അയച്ച 14 എണ്ണങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? എന്നിട്ട് യുദ്ധം നിർത്തിപ്പോകാൻ തയ്യാറുണ്ടോ? ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടോ തരാൻ തയ്യാറുണ്ടോ? എങ്കിൽ മാത്രം ഞങ്ങൾ എന്താ പറയുക ചർച്ചയ്ക്ക് വരാനോ. ഏതായാലും അമേരിക്ക ഇങ്ങനെ ചെയ്യാൻ നല്ല എട്ടിന്റെ കുവൈത്തിലൊക്കെ കിട്ടി അടിയെന്ന് വെച്ചാണല്ലോ. അടിയെന്ന് വെച്ചാൽ അയൺ ഡോമുകളൊക്കെ ഉണ്ടല്ലോ. നോക്കുകുത്തിയായി ചില അയൺ ഡോമുകളൊക്കെ ഓരോ സ്ഥലത്ത് തന്നെ പോയി വിൽക്കുകയാണ്. ഇറാന്റെ മിസൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു പേടിയില്ലാത്ത രാജ്യം എന്ന് പറഞ്ഞാൽ ഇറാൻ തന്നെ കേട്ടോ അല്ലേ. അമേരിക്കക്ക് വലിയ കൊമ്പൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് ആ കൊമ്പൊക്കെ തകർത്ത് ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക. 10 എണ്ണം വിട്ട 9 എണ്ണം എത്തുന്നുണ്ട്. അത് സമാധാനം. 9 എണ്ണം എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പേടിട്ടോ. അല്ലാണ്ട് വെറുതെ നല്ല പേടിയുണ്ട്. ഏതായാലും ചർച്ച നാളെ നടക്കും. താൽക്കാലികമായിട്ട് യുദ്ധം അവസാനിപ്പിച്ചിട്ട് ഇസ്രായേൽ മിണ്ടുന്നില്ല. ശ്വാസം കിട്ടാണ് നിൽക്കുക ഇസ്രായേൽ. അവിടെയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഏതായാലും ഇപ്പൊ യുദ്ധം അവസാനിച്ച റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ച നാളെ നടത്തും. എന്നിട്ട് ബാക്കിയുള്ള ഇറാൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണോ ഇങ്ങോട്ട് നിൽക്കുന്നത് അതേപോലെ ഞങ്ങൾ തിരിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ അടിക്കോ ഞങ്ങൾ തിരിച്ചടിക്കും. നിങ്ങൾ മിസ്സായിട്ടോ ഞങ്ങൾ മിസ് ചെയ്യട്ടോ. ഞങ്ങൾ എന്തെങ്കിലും ആക്രമിച്ചാൽ തിരിച്ച് ഞങ്ങൾ കൊടുക്കും. അതേ എങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത് അതിനെ കുറച്ചുകൂടി കട്ടി കൂടിയിട്ടറിയാം. ഇത് ചെറിയൊരു റുപ്യ ഇവിടെ ഇറാൻ നഷ്ടപ്പെട്ടാൽ 15 റുപ്യ അവിടെ നഷ്ടപ്പെടും. അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. ആ രൂപത്തിലെ കളി പോകുക. അതാണ് ഇറാൻ പറഞ്ഞത്. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ചെയ്ത് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ താങ്ക് യു വെരി മച്ച്.